എല്ലാവർക്കും ടെക്നോഷ്യൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഒരു ONTയിൽ പല ISPകൾ കോൺഫിഗർ ചെയ്യുന്നുണ്ട്. റെയിൽവേ ആയാലും കേരള വിഷൻ ആയാലും BSNL ആയാലും ചെയ്യുന്നുണ്ട്. സോ ഇതിപ്പം ഒരു വൈഫൈ പാസ്വേഡ് വല്ലതും ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് അത് പറ്റാത്തതും പലരും റീസെറ്റ് ചെയ്ത് അബദ്ധം ചെയ്യാറുണ്ട്. സോ അപ്പോൾ ആ സമയത്തുള്ള കോൺഫിഗറേഷൻ എല്ലാം പോകും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കും. ഇപ്പോൾ അഥവാ നിങ്ങൾ റൗട്ടറിൽ എന്തെങ്കിലും ഇഷ്യൂ വന്ന് റീസെറ്റ് ആക്കേണ്ടി വന്നാലോ, അപ്പോൾ നിങ്ങൾ കോൺഫിഗറേഷൻ ചെയ്ത് അത്രയും ടൈം ഡിലേ എടുക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് അറിഞ്ഞു തുടങ്ങി യൂട്യൂബിൽ സെർച്ച് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളൊരു ഓപ്പറേറ്റർ അടുത്ത് ചോദിച്ചിട്ട് അപ്പോൾ ഓപ്പറേറ്റർ ബിസി ആണെങ്കിൽ നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് എന്താണെന്ന് അറിയില്ല. ഇതൊരു അപ്പം നിങ്ങൾ പ്ലഗ് ആൻഡ് പേയിലുള്ള ഒരു സംഭവമാണ്. അതായത് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഗറേഷൻ ചെയ്ത ഫയൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇഷ്ടമുള്ള സ്ഥലത്ത് സേവ് ചെയ്തിട്ട് എപ്പോഴെങ്കിലും റൗട്ടർ റീസ്റ്റാർട്ട് ആക്കുന്ന സമയത്ത് റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ആ കോൺഫിഗറേഷൻ ഫയൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. പല ഫീച്ചേഴ്സും കോൺഫിഗ് ഫയൽ മാനേജ്മെൻറ്റ് ONTC അതിന് നൽകുന്നുണ്ട്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നൽകിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ ONT ലോഗ് ചെയ്തു. ചില ONTCകളിലൊന്നും ഈ ഒരു കോൺഫിഗറേഷൻ ഫയലിലെ ഒരു ഓപ്ഷൻ കാണില്ല. എന്നാൽ ഒരു 90% ONTCകളിലും ഈ ഒരു ഓപ്ഷൻ കാണുന്നതാണ്. ഇത് എവിടെ കിടക്കണമെന്ന് വെച്ചാൽ ഇപ്പം സോ നിങ്ങൾ ഇവിടെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയി കാണുന്നത് നെറ്റ് ലിങ്ക് DBC അങ്ങനത്തെ വിസോ പ്രൊഡക്ട്സിലൊക്കെ ഇതേപോലെ ആയിരിക്കും. മാനേജ്മെൻറ്റിൽ പോവുക, മാനേജ്മെൻറ്റിൻ്റെ ഓപ്ഷൻ കാണും. അവിടെ ഡിവൈസ് മാനേജ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഇവിടെ റീബൂട്ട്, അപ്ഗ്രേഡ്, റീസ്റ്റോർ ടു ഡിഫോൾട്ട്, കോൺഫിഗ് ഫയൽ മാനേജ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷൻസാണ് കാണുന്നത്. സോ ഇതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കാം. ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു ONTയിൽ കോൺഫിഗർ ചെയ്ത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ONT എന്തെങ്കിലും ആവശ്യ കാരണത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ അബദ്ധത്തിൽ റീസെറ്റായി പോയാലും എനിക്കൊരു കോൺഫിഗറേഷൻ ഫയൽ വെച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു കോൺഫിഗ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഒരു XML ഫയലായിട്ട് അതൊരു സേവ് ആവും. lastgood.xml എന്ന് പറഞ്ഞുകൊണ്ട് സേവ് ആവും. സോ ഈ ഒരു XML ഫയൽ നമുക്ക് ഇതാണ് ഇവിടെ ചൂസ് ഫയൽ അപ്ലോഡ് കൊടുത്താൽ അവിടെ ചൂസ് ഫയൽ ചെയ്തിട്ട് ആ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത് ഫയൽസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ റീസെൻ്റിൽ പോയ ആ ഒരു XML ഫയൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതെടുത്തിട്ട് നമുക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. lastgood.xml അപ്ലോഡ് കൊടുത്താൽ അത് അപ്ലോഡ് ആവും. എന്നിട്ട് റീബൂട്ട് ചെയ്താൽ മാത്രം മതി. സോ ഇവിടെ താഴെ കാണുന്നതാണ് സേവ് കറന്റ് ആസ് എ ഡിഫോൾട്ട്. അതായത് ഇപ്പോൾ കിടക്കുന്ന കോൺഫിഗറേഷൻ നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് സേവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ ONTCകൾ ഇടയ്ക്കൊക്കെ ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് ആവുകയാണെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി വരികയാണെങ്കിൽ, സോ ആരെങ്കിലും വിളിച്ചിട്ട് അത് റെഡി ആവുന്നില്ല, അഥവാ റെഡി ആയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു സേവ് കറണ്ട് ഡിഫോൾട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും റീസെറ്റ് ചെയ്താൽ അത് കോൺഫിഗറേഷൻ പോകണ്ട എന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് സേവ് കറണ്ട് ഡിഫോൾട്ട് കൊടുത്താൽ നിങ്ങളിപ്പോഴത്തുള്ള കോൺഫിഗറേഷൻ ഡിഫോൾട്ട് ആവും. അതായത് നിങ്ങൾ റീസ്റ്റോർ ചെയ്താലും അത് ഇതാവില്ല, അതായത് കോൺഫിഗറേഷൻ ഫയൽ പോകില്ല. ഇനി ക്യാൻസൽ കസ്റ്റം ഡിഫോൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് വെച്ചിരിക്കുന്ന കോൺഫിഗറേഷൻ, അതായത് നിങ്ങളിപ്പോൾ ഒരു കോൺഫിഗറേഷൻ നിങ്ങൾ ഡിഫോൾട്ടായിട്ട് വെച്ചെങ്കിൽ അത് ക്യാൻസൽ ആണെങ്കിൽ ക്യാൻസൽ കസ്റ്റം ഡിഫോൾട്ട് എന്ന് കൊടുക്കാം. ഇവിടെ താഴെ ഓപ്ഷൻ കാണാൻ നിങ്ങൾക്ക് അപ്ലോഡ് ആസ് എ ഡിഫോൾട്ട് എന്നൊരു ഓപ്ഷൻ കാണും. ഈ ഒരു അപ്ലോഡ് ആസ് എ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഈ ഒരു ONT റീസെറ്റ് ചെയ്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോൺഫിഗ് ഫയൽ എടുത്ത് ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്താൽ ആ ഒരു കോൺഫിഗ് ഫയൽ ഡീഫോൾട്ടായിട്ട് തന്നെ കിടക്കും, റീസെറ്റ് ചെയ്താലും പോകില്ല. സോ അതാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. അതായത് ഫസ്റ്റത്തെ നമുക്ക് കോൺഫിഗ് ഫയൽ ഡൗൺലോഡ് ചെയ്യാം. ഇത് എവിടെ വേണം സൂക്ഷിച്ച് വയ്ക്കാം. നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ നിന്നും ചെയ്യാം, ഫോണിൽ നിന്നും ചെയ്യാം. പക്ഷേ ഇത് നല്ലൊരു ഈസി ആയിട്ടുള്ള വേ ആണ്. നിങ്ങളിപ്പോൾ ഓപ്പറേറ്റർ ആണെങ്കിൽ നിങ്ങൾ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ എടുത്ത് വെച്ചിരുന്ന അഥവാ അവർ അബദ്ധത്തിൽ റീസെറ്റ് ചെയ്യുകയോ വല്ല ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോൺഫിഗ് ഫയൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്താൽ മതി. കുത്തിയിരുന്ന് അവിടെ നിന്ന് കോൺഫിഗറേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്ക്രീൻ റെക്കോർഡ് ഇതേപോലെ ഇങ്ങനെയാണ് ചെയ്യണമെന്ന് അയച്ചു കൊടുത്താൽ അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻ. ഗുഡ് ബൈ.